ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു another വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ചോക്ലേറ്റിൻ്റെ കുക്കീസാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ അടിച്ച് വീട്ടിലിരിക്കുന്ന സമയമാണല്ലേ ഇത്. അപ്പോൾ കുഞ്ഞു കുട്ടികളും അതല്ലാണ്ട് വലിയ ആൾക്കാരായാലും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം. കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൾ വെച്ച് കൊടുത്ത് അതിലോട്ടേക്ക് ഒരു 84 ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറിലോട്ടേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ബ്രൗൺ ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു കാരമൽ ടേസ്റ്റൊക്കെ വന്നോട്ടെ എന്നുള്ളതിലാണ്. നിങ്ങൾക്ക് ഷുഗർ മാത്രമാണെങ്കിലും അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി ഈ ബട്ടറും ഷുഗറൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഈ പാലും ചേർത്ത് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മളൊരു അരിപ്പ് വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചിടാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഒന്നുമില്ല, 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ മൈദയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർത്ത് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുട്ടികളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ്സൊക്കെ കൊടുത്താൽ അത് അവർ പെട്ടെന്ന് കഴിക്കും അല്ലേ. അതിൽ പെട്ട ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസും കൂടിയാണ് ഇത്. വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ ആയി കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോ ചോദിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ബിസ്ക്കറ്റൊക്കെ അവർക്ക് കൊടുത്തു നോക്കാം. അതല്ലാണ്ട് അവരിപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ടും കളിക്കാൻ പോക്കൊക്കെ വളരെ കുറവാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയമൊക്കെ വിശക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചിട്ട് ഒരു സ്പാച്ചില വെച്ച് തന്നെ ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സ്പാച്ചില തന്നെ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ പോലെ കൈ യൂസ് ചെയ്ത് കുഴക്കാൻ പറ്റൂല. ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ കൈ യൂസ് ചെയ്ത് നിങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് അമർത്താണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നല്ലൊരു പെർഫെക്റ്റ് ബാറ്ററായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്താക്കിയത് ഇവിടെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ വളരെ തിന്നുമല്ല അതുപോലെ നല്ല തടിച്ച പീസുമല്ല, ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ചോക്ലേറ്റ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ചോക്ലേറ്റ് കുറേ ഇടണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചോക്ലേറ്റൊക്കെ ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഈ കുക്കീസിൽ ചോക്ലേറ്റ് എത്ര ഇടുന്നു അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടെ മാത്രമേ കേട്ടോ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുമെന്ന്. അവർക്ക് ഈ ചോക്ലേറ്റ് ഒക്കെയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യം പറയണ്ട, അവരങ്ങ് എയറിലെത്തിക്കോളും. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ടേക്ക് ഇതുപോലെ ചോക്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചോക്ലേറ്റ് ഇതിലോട്ടേക്ക് ചേർക്കുക. ഒരു സ്പാച്ചിൽ വെച്ച് തന്നെ ഈ ചോക്ലേറ്റ് ചിപ്പും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഞാനൊരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ ബട്ടർ പേപ്പറാണ് മുറിച്ച് വെക്കുന്നത്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബട്ടറോ അതല്ല ഗീയോ നിങ്ങൾ ഇതിലേക്ക് തടവി കൊടുത്താൽ മതി കേട്ടോ. ബട്ടർ പേപ്പറിലോട്ടേക്ക് ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് എല്ലാ ബിസ്ക്കറ്റും ഒരേ അളവിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ സ്പൂണ് വെച്ച് കോരിയെടുത്ത് നമ്മൾ റൗണ്ട് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഏത് ഷേപ്പായാലും പ്രശ്നമില്ല. ഇതുപോലെ എടുത്ത് കൈനെ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുത്ത് അതിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവ് കംപ്ലീറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഉള്ള പലരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈനിങ് ആയി ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ചോക്ലേറ്റ് കുക്കീസ് എന്ന് പറയുകയാണെങ്കിൽ. അതല്ല നമ്മൾ ഉണ്ടാക്കുന്നതിലും ബെനിഫിറ്റ് ആയിട്ട് നല്ല ടേസ്റ്റി കുക്കീസും കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ല കേക്ക് ടിന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഏത് ആകൃതിയിലും വലുപ്പിലും ഷേപ്പിലും ഒക്കെ ആയാലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ വീട്ടിലോട്ടേക്കും കൂടി ആക്കുന്നത് കൊണ്ട് തീരെ പ്രശ്നമില്ല. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഞാൻ വീഡിയോക്ക് ഒരു ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഇടല്ലേ. പക്ഷേ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ഞാനിത് ഓവനിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവന്. അതിന് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഓവനിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഒരു 40 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 40 മിനിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബിസ്ക്കറ്റ് വെന്ത് കിട്ടാനുള്ള പെർഫെക്റ്റ് ടൈമാണ്.
ഇതിപ്പോൾ ഇതാ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് പൊട്ടിച്ചു നോക്കിയാലോ. കണ്ടില്ലേ, ഇത് ചൂടോടെയുള്ള സമയം ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവാൻ. തണുത്ത് കഴിയുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടിക്കോളും കേട്ടോ. ഒന്ന് കടിച്ചു നോക്കാം. എന്താ രുചി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിനെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വീട്ടിൽ ജാറിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഒരു 2-3 ദിവസം വരെയൊക്കെ ഇത് കേടാവാണ്ട് നിൽക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള കുക്കീസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ബിസ്ക്കറ്റ്സ് കാര്യങ്ങളൊന്നും തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതുപോലെയുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഒന്ന് കണ്ട് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനിയും എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സോ സ്നാക്സോ എന്താണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. ഇനി കേക്ക്സോ ആ കാര്യങ്ങളോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.